ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ അതാ നമ്മളിന്നൊരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിന്ന് ഉണ്ടാക്കണത് നമ്മൾ ഷമാം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. ഷമാമ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ സീസൺ ആയ കാരണം ഷമാമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളാം. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഞാനൊരു മീഡിയം വലുപ്പമുള്ള ഷമാമാണ് എടുത്തിട്ടുള്ളത്. വളരെയധികം ആരോഗ്യഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഷമാമ്. ഷമാമെന്നും മസ്കമെല്ലോണെന്നും ഇതിനൊരു വേറൊരു പേരുണ്ട് കേട്ടോ. പപ്പായയുടെ ഒരു സാമ്യമുണ്ട് നമ്മുടെ ഈ ഫ്രൂട്ടിന്. പക്ഷെ നമുക്ക് പപ്പായൊക്കെ പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു വലിയ ടേസ്റ്റൊന്നുമില്ല. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനും ഷെയ്ക്ക് അടിക്കാനാവുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ഫ്രൂട്ടാണ് കേട്ടോ അത്. നല്ല പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എനിക്കത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ കഴിച്ചിട്ട് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാവും, അറിയില്ല. അപ്പോൾ നമുക്കിത് എന്തായാലും ഒരു ഷെയ്ക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വിറ്റാമിൻ എയും സിയും പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അതേ മറ്റേ നാരുകളൊക്കെ കുറേ ഇതിലുണ്ട് കേട്ടോ. പിന്നെ അതേ രക്തം ശുദ്ധീകരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കഴിക്കുമ്പോൾ നല്ല ഇതുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടത്. പിന്നെ ഗ്യാസ് ഉള്ളവർക്കും നെഞ്ചരിച്ചുള്ളവർക്കും മറ്റേ വയറിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ട് നമുക്കിതാ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. കണ്ടോ, ശരിക്കും നമ്മുടെ മത്തങ്ങയുടെ പോലെയും പപ്പായയുടെ പോലെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് ഈ അരികൾ മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഈ കഴുമ്പാണ് കേട്ടോ ഞാൻ എടുക്കണേ. നന്നായി പഴുത്തുണ്ട്. കൊണ്ട് ഇങ്ങനെ എടുക്കണല്ലോ കേട്ടോ. നമ്മൾ ആ അറ്റത്തുള്ള ഭാഗം എടുക്കണില്ല, ആ ഒരു കട്ടിയുള്ള ഭാഗം എടുക്കണില്ല കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി. നന്നായി പഴുത്തത് നോക്കി എടുത്താൽ മതി. അടിയിലേക്ക് അങ്ങനെ എടുത്തിട്ട് കട്ടിയുള്ള ഭാഗം എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടി. നമുക്ക് അടുത്തതും കൂടി ഈ കഷ്ണം കൂടി എടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കണ പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കൂടി ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല പഴുത്തതായിട്ട് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്തു. ഇപ്പോൾ തോട് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരത്തിന് നമ്മൾ ഈന്തപ്പഴമാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. പിന്നെ ഒരു 2 ഏലക്കായ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഷമാമിൽ അങ്ങനെ മധുരമുള്ള ഒരു ഫ്രൂട്ടല്ല കേട്ടോ. അത് സാധാരണ ഒരു എന്താ പറയുക നമ്മുടെ പപ്പക്കായയുടെ പോലെയൊന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണ്ടവർക്കാണെങ്കിൽ മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈന്തപ്പഴം ഇട്ട കാരണം പിന്നെ നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത് വന്നതിന് ശേഷം നമ്മൾ എത്രയ്ക്കാണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ എത്ര ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് വന്നാൽ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയുള്ള അടിപൊളി ഷെയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൊലി കളയാണ്ട് എടുത്ത് വെച്ചത് എന്തിനാണെന്നറിയോ, നമുക്ക് ഇതിലൊഴിച്ച് അടിപൊളിയായിട്ട് കുടിക്കാനാട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അടിപൊളിയാവുമല്ലോ. സൂപ്പറായിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഇതേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് കപ്പിലൊഴിച്ച് വെച്ചു കേട്ടോ. തണുത്തിട്ട് കഴിക്കാനാട്ടോ എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതുവരെ ഷമാം ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പറാണ്. പിന്നെ ഞാൻ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ എടുത്തില്ലേ, കുറച്ചെടുത്തതിൻ്റെ കുറച്ച് ഷമാമിൻ്റെ പീസോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നട്ട്സും കുറച്ച് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയിലൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൽ ഏത് നട്ട്സാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഏതായാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ഹണി മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഈ നമ്മുടെ ഷമാമ്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്കൊരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറും നിറയും, നല്ലതുമാണ് കേട്ടോ.
നല്ലോണം കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് നിങ്ങൾ ഷമാമ ഇപ്പോൾ സീസണായ കാരണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.